ഖുർആൻ കത്തിച്ച് പ്രതിഷേധിച്ച് വിവാദ നായകനായ ഇസ്ലാം മതവിമർശകൻ സൽമാൻ മോമിക സ്വീഡനിൽ വെടിയേറ്റ് മരിച്ചു. വംശീയ വിദ്വേഷ കേസിൽ സൽമാനെതിരെ വിധി പ്രഖ്യാപിക്കാനിരിക്കെയാണ് അപ്പാർട്ട്മെന്റിൽ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൽമാൻ മോമികയ്ക്ക് അഭയം നൽകിയതിന് സ്വീഡനെ ഇസ്ലാമിക രാജ്യങ്ങൾ വിമർശിച്ചിരുന്നു. ഇസ്ലാം മത വിമർശന പരിപാടികൾ സംഘടിപ്പിക്കുകയും പരസ്യമായി ഖുർആൻ കത്തിക്കുകയും ചെയ്ത് വിവാദ നായകനായ സൽമാൻ മോമികയെ സ്വീഡനിലെ സോദർതെല്യയിലെ അപ്പാർട്ട്മെന്റിലാണ് വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോദർതെല്യയിൽ ബുധനാഴ്ച രാത്രി വെടിവയ്പുണ്ടായതായി വിവരം ലഭിച്ചതായും വെടിയേറ്റ മുറിവുകളോടെ മോമികയെ കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു. 2023 ഖുർആൻ കത്തിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായ മോമികയ്ക്ക് എതിരായ കേസിൽ വിധി പറയാനിരിക്കെയാണ് കൊല്ലപ്പെടുന്നത്. പ്രതിഷേധം മുസ്ലിങ്ങൾക്കെതിരല്ലെന്നും ഇസ്ലാം മതത്തിനെതിരാണെന്നും ഖുർആനിലെ സന്ദേശങ്ങളിൽ നിന്ന് സ്വീഡനിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും മോമിക വാദിച്ചിരുന്നു. വടക്കൻ ഇറാഖിലെ നിനവെ പ്രവിശ്യയിലെ ഗരാക്കോഷിലെ അൽ ഹംദാനിയ സ്റ്റേറ്റിലെ അസീറിയൻ കത്തോലിക്കനാണ് 38കാരനായ മോമിക. 2006-2008 ആഭ്യന്തര യുദ്ധകാലത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ക്രിസ്ത്യാനികൾക്ക് നേരെ നടത്തിയ പീഡനങ്ങൾക്കെതിരെ മോമിക അസീറിയൻ പാട്രിയോട്ടിക് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. 2018 മോമിക ഇറാഖിൽ നിന്ന് അഭയം തേടി സ്വീഡനിലെത്തുന്നത്. 2021 അദ്ദേഹത്തിന് സ്വീഡിഷ് റെസിഡൻസി പെർമിറ്റ് ലഭിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമെന്ന നിലയിൽ സ്വീഡനിൽ മതങ്ങളെ വിമർശിക്കുന്നതിനോ മതഗ്രന്ഥങ്ങൾ കത്തിക്കുന്നതിനോ വിലക്കില്ലാത്ത രാജ്യമാണ്. എന്നാൽ ഖുർആൻ കത്തിച്ചതിന്റെ വീഡിയോകൾക്ക് ലോകമെമ്പാടും പ്രചാരണം ലഭിക്കുകയും നിരവധി മുസ്ലിം രാജ്യങ്ങളിൽ രോഷവും വിമർശനവും ഉയർത്തുകയും ചെയ്തു. ഇത് പലയിടത്തും കലാപങ്ങൾക്കും അശാന്തിക്കും കാരണമായി. സ്വീഡന്റെ നാറ്റോ അംഗത്വം വൈകാനും ഇത് കാരണമാവുകയായിരുന്നു. മോമികയെ രാജ്യത്തു നിന്ന് പുറത്താക്കാൻ സ്വീഡിഷ് മൈഗ്രേഷൻ ഏജൻസി 2023 തീരുമാനിച്ചിരുന്നു. സൽമാൻ മോമികയ്ക്ക് അഭയം നൽകിയതിന് സ്വീഡനെ ഇസ്ലാമിക രാജ്യങ്ങൾ വിമർശിച്ചിരുന്നു. സ്വീഡിഷ് അധികൃതർ നാട് കടത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ മോമിക നോർവേയിൽ അഭയം തേടാൻ ശ്രമിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.